ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. കേരളത്തിൽ പാചകത്തിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കുടംപുളി. മീൻകറികൾക്ക് രുചി കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഇത് ഒരു ഔഷധമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വയറിലെ പ്രശ്നങ്ങൾ മുതൽ കൊളസ്ട്രോൾ വരെ കുറയ്ക്കാൻ സഹായിക്കുന്ന കുടംപുളി ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം, ഏതൊക്കെ അസുഖങ്ങളിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ഗാർസീനിയ കമ്പോജിയ എന്നുള്ളതാണ്. ഇതിനെ ആയുർവേദത്തിൽ വൃക്ഷാമ്ല എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ പല ഔഷധങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. പല കഫം വാത കുറക്കുന്ന അതുപോലെ അതിസാരത്തിന് ഉപയോഗിക്കുന്നതൊക്കെ ഔഷധങ്ങളിൽ ഇതൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ കായം മാത്രമല്ല, ഇതിൻ്റെ വേരിൻ്റെ തൊലി കൂടെ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഇത് നമ്മുടെ വായിലുള്ള ഓറൽ കാവിറ്റിയിലുള്ള ടോക്സിൻസിനെ പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. വായിലെ ടോക്സിൻസിനെ കളയുന്നത് മൂലം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ രുചി കൂട്ടുകയും അതുപോലെ തന്നെ ആ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള എല്ലാ പോഷകങ്ങളെയും നമ്മുടെ ബോഡിയിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അമിതവണ്ണം, കുടവയറ് ഒക്കെ ഉള്ളവർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് നോക്കാം. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും നമുക്ക് നോക്കാം. ഇതിലെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് നമ്മുടെ ഭക്ഷണത്തോടുള്ള ആസക്തി കുറയ്ക്കുകയും അതുമൂലം നമുക്ക് മധുരത്തോടും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡിനോടുള്ള ക്രേവിങ്സ് ഒക്കെ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് വണ്ണം കുറക്കാൻ ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. ദഹന പ്രക്രിയയൊക്കെ വളരെ സുഗമമാക്കുന്നുണ്ട്. അതുമൂലം തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എക്സ്ട്രാ ഫാറ്റ് ഫോർമേഷനെ ഇത് കുറയ്ക്കുകയും അതുമൂലം തന്നെ ഒബസിറ്റിന്ന് നമ്മളെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇത് വണ്ണം കുറക്കാൻ സഹായിക്കുന്നതാണ്. എന്ന് വെച്ചിട്ട് വണ്ണം കുറക്കാൻ ഇത് മാത്രം കുടിച്ചാൽ പോരാ. ഇതിൻ്റെ കൂടെ നമ്മളുടെ നല്ലൊരു ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസും ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും മെറ്റബോളിസം ഒന്ന് കൂട്ടാനും ഇത് നമ്മുടെ എനർജി ലെവൽ വളരെ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും ഈ ഫുഡ് ക്രേവിങ്സ് കുറക്കുന്നത് കൊണ്ടും ഇത് നമ്മുടെ വണ്ണം കുറക്കാൻ സഹായിക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തലേന്ന് രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് ഒരു കഷ്ണം, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഒരു പംകിനെ പോലെ, അതായത് നമ്മുടെ മത്തങ്ങയൊക്കെ പോലെ അതിൻ്റെ ഒരു ചെറിയ രൂപത്തിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അതിലിങ്ങനെ പാളിയായി അടർത്തിയെടുക്കാനാണ് കിട്ടുക. ഇത് നമ്മൾ ഉണക്കി സൂക്ഷിച്ചതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ ഒരു കഷ്ണം എടുക്കുക, അത് നിങ്ങൾ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് സൂക്ഷിച്ചു വെക്കുക. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് ഇത് തിളപ്പിച്ചെടുക്കാം. തിളപ്പിക്കുമ്പോൾ ഒരു ഗ്ലാസ് കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് തിളപ്പിക്കുക. അതിനെ 2 ഗ്ലാസ് വെള്ളത്തിൽ ഇത് തിളപ്പിച്ചെടുത്ത് 1 ഗ്ലാസ്സായി ചുരുക്കിയെടുക്കുക. ഇതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഈ 1 ഗ്ലാസ് നിങ്ങൾക്ക് ഒരുമിച്ച് കഴിക്കാം, അതല്ലെങ്കിൽ 2 നേരമായിട്ടും കഴിക്കാം. ഇനി നിങ്ങൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. പക്ഷേ ചിലവർക്ക് രാവിലെ തന്നെ ഇതിൻ്റെ പുളിരസം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. രാവിലെ നമുക്ക് എഴുന്നേറ്റ ഉടനെ ഇതിന് നല്ലൊരു പുളിരസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ബുദ്ധിമുട്ട് ചിലവർക്ക് അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭക്ഷണത്തിന് 1/2 മണിക്കൂർ മുന്നായിട്ട് നിങ്ങൾക്കിത് കഴിക്കാം. അതുപോലെ ഇത് 1 ഗ്ലാസ് നിങ്ങൾക്ക് ഉച്ചക്ക് കഴിക്കാം, അതല്ലെങ്കിൽ ഈ 1 ഗ്ലാസ്സിനെ 2 പകുതിയാക്കിയിട്ട് ഉച്ചക്ക് 1/2 ഗ്ലാസ് കഴിക്കാം, അതല്ല രാത്രി ഡിന്നറിന് മുന്നേ ആയിട്ട് 1/2 ഗ്ലാസ് കഴിക്കാം. ഇത് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ഒരു പിഞ്ച് ഇന്ദുപ്പ് കൂടെ ചേർക്കുന്നത് നല്ലതാണ്. അത് നിങ്ങളുടെ ദഹനത്തിനെ കുറച്ചുകൂടെ സുഗമമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അങ്ങനെ 1/2 മണിക്കൂർ മുന്നേ നിങ്ങൾക്ക് ഈ വെള്ളം 2 നേരമായിട്ട് കഴിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബാഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, ഇതിനെയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതുമൂലം തന്നെ നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിലും ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ 1 ഗ്ലാസ് തലേന്ന് ഇട്ട് വെച്ച് പിറ്റേ ദിവസം അത് തിളപ്പിച്ച് 1 ഗ്ലാസ് കഴിക്കാവുന്നതാണ്. ഇതൊക്കെ കഴിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു ലോങ് ടേമിലേക്ക് ഒരിക്കലും കഴിക്കരുത്. ഒരു 2 ആഴ്ച മാത്രമാണ് ഇത് നിങ്ങൾ കഴിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് 2 ആഴ്ച കഴിഞ്ഞ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം 2 or 3 ആഴ്ച ഗ്യാപ്പ് എടുത്തതിന് ശേഷം മാത്രം കഴിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും ഇത് കഴിക്കരുത്. 2 ആഴ്ച മാത്രമാണ് ഇത് കഴിക്കേണ്ട ഒരു കാലാവധി എന്ന് പറയുന്നത്, മാക്സിമം 2 ആഴ്ച. ഇനി വയറിലുണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഗ്യാസ്ട്രൈറ്റിസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗ്രഹണി പോലുള്ള അസുഖങ്ങൾ, IBS, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, ചിലപ്പം വളരെ ലൂസ് മോഷനായിട്ട് പോവാം, ഫുഡ് കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, ഇങ്ങനെയുള്ള സമയങ്ങളിലും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് വീടുകളിൽ ചിലയിടത്തൊക്കെ കാണാറുണ്ട്, രസം ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇതുപോലെ കുടംപുളി രസം ഉണ്ടാക്കാം. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ച കുടംപുളിയാണ്.
പച്ച എന്ന് പറഞ്ഞാൽ ഉണക്കി സൂക്ഷിക്കാത്തത്, പഴുത്ത കുടംപുളി, ഉണക്കാതെ പഴുത്തിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം ഇതൊക്കെ ചേർത്തിട്ട് കറിവേപ്പില ഈ കുടംപുളി ഇട്ടിട്ട് രസം തയ്യാറാക്കാം. ഇത് നിങ്ങളുടെ ദഹനത്തിനെ വളരെ സുഗമമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇനി ഇത് നമ്മുടെ ബോഡിയിലെ ടോക്സിൻസിനെ പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്നത് കൊണ്ട് തന്നെ പല ഇൻഫെക്ഷസ് ആയിട്ടുള്ള കണ്ടീഷൻസിലും ഇത് ഉപയോഗിക്കാറുണ്ട്. തൊണ്ടക്ക് വരുന്ന ഇൻഫെക്ഷൻസ്, അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് വരുമ്പോൾ ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. തൊണ്ട വേദനക്കൊക്കെ പുളിന്തൈലം ഉപയോഗിക്കാറുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒന്നാണ് പുളിന്തൈലം. വളരെ എഫക്റ്റീവാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തൊണ്ടവേദനയും തൊണ്ടക്ക് വരുന്ന സാധാരണയുള്ള ഇൻഫെക്ഷൻസ്, സാധാരണ വരുന്ന തൊണ്ടവേദന, ടോൺസിലൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. തൊണ്ടവേദനക്ക് നമുക്ക് അകത്തേക്ക് കഴിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, പുറമേ പുരട്ടുമ്പോൾ തന്നെ ഇത് വളരെ ആശ്വാസം കിട്ടുന്നതാണ്. പുളിന്തൈലം ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പഴുത്ത കുടംപുളിയാണ്. പഴുത്ത കുടംപുളി പറിച്ച് നമ്മൾ ഒരു 2 ദിവസം അടച്ചു വെക്കണം. അപ്പോൾ അത് കുറച്ചൊരു നന്നായി പഴുത്ത് അതിൽ നിന്ന് ഇങ്ങനെ ചാറ് വരാൻ തുടങ്ങും. ആ ചാറാണ് നമുക്ക് വേണ്ടത്. ഇത് പിഴിഞ്ഞെടുത്ത് നമുക്കതിൻ്റെ ചാറെടുക്കാം. ഈ ചാറ് നമുക്ക് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ചെറിയ തീയിലിട്ട് കുറുക്കി അവസാനം അതൊരു കുഴമ്പ് പരുവത്തിലാവും. ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ചു വെച്ചാൽ ഒരുപാട് കാലം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ എഫക്റ്റീവാണ്. കുട്ടികൾക്കൊക്കെ തൊണ്ടവേദന വരുമ്പോൾ നമുക്ക് ഈ 2 സൈഡിൽ നമ്മുടെ ടോൺസിലിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ തടവി കൊടുത്താൽ വളരെ പെട്ടെന്ന് മാറുന്നതാണ്. ഇത് അകത്തേക്കും കഴിക്കാവുന്നതാണ്. 1 സ്പൂൺ നമുക്ക് വായിലോട്ട് ഇറക്കാൻ കൊടുക്കാം. അങ്ങനെ ഇറക്കുമ്പോൾ വളരെ മെല്ലെ ഇറക്കുക. തൊണ്ടയിൽ അത് പറ്റുന്ന വിധത്തിൽ വളരെ മെല്ലെ ഇറക്കാവുന്നതാണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് തൊണ്ടയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് വളരെ എളുപ്പത്തിൽ കുറക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇതിന് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് മൂലമുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും, ഡയബറ്റീസ്, ഹൃദയത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ മറവി രോഗങ്ങൾ, ആർത്രൈറ്റിസ്, ജോയിൻസിനുണ്ടാകുന്ന പെയിൻ, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ കുടംപുളി ഉണ്ടെങ്കിൽ പഴുത്ത് കഴിയുമ്പോൾ നല്ല വെയിലത്ത് വെച്ച് ഉണക്കി, അത് കഴിയുമ്പോൾ നമുക്ക് പുകയിലിട്ട് ഉണക്കിയെടുക്കണം. ഉണക്കി കഴിഞ്ഞിട്ട് ഇതിന് നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടെ പുരട്ടിയെടുക്കുക. ഇത് എന്നിട്ട് നമുക്ക് അടച്ച് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഇത് ഉണക്കി സൂക്ഷിക്കുന്നത്. ഇത് മിക്കവരും ചെയ്യുന്നുണ്ടാവും നാട്ടിലൊക്കെ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് ഇപ്പോൾ പലതും മായമായിട്ടാണ് കിട്ടുന്നത്. നമുക്കുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമ്മളിത് ഉണക്കി സൂക്ഷിച്ചു വെക്കുന്നത് വളരെ ഉപയോഗപ്രദമാണ്. നമുക്ക് തന്നെ എടുക്കാം. വളരെ ഔഷധ ഗുണമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉണക്കി സൂക്ഷിച്ച് എടുത്ത് വെക്കുക. ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ഇതിൻ്റെ സപ്ലിമെൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എക്സ്ട്രാക്ട്സ്, ഇതൊക്കെ വെയിറ്റ് ലോസിന് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമ്പനീസ് ഇറക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരിക്കലും നിങ്ങൾ വാങ്ങി ആരുടെയും നിർദ്ദേശമില്ലാതെ കഴിക്കരുത്. ഇതിൻ്റെ മിതമായ ഉപയോഗം മാത്രമാണ് നമുക്ക് ഔഷധയോഗ്യമായിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതായത് പേടിക്കേണ്ട പ്രശ്നങ്ങളൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ ലോങ് ടൈം യൂസ് നമ്മുടെ ലിവർ ടോക്സിസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകും. ലിവറിന് ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ പറഞ്ഞ അളവിൽ മാത്രം ഇത് കഴിക്കുക. പറഞ്ഞ കാലയളവിൽ മാത്രം ഇത് കഴിക്കുക. കൂടുതലായിട്ട് ഇതൊരിക്കലും കഴിക്കരുത്. നമ്മൾ കറികളിൽ ഡെയിലി ചേർത്ത് ഉപയോഗിക്കാൻ വേണ്ടി വളരെ നല്ലതാണ്. അത് വളരെ കുറഞ്ഞ ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം. ചില സാധനങ്ങൾ നല്ലതാണ് അല്ലെങ്കിൽ ഔഷധയോഗ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. കുറേ കാലം അത് ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പല അസുഖങ്ങളും വരുന്നത്. ഔഷധയോഗ്യമാണ് എന്ന് പറയുന്നത് അത് മിതമായ അളവിൽ, ആവശ്യമായ അളവിൽ മാത്രം കഴിക്കുമ്പോഴാണ്. നിങ്ങൾക്കിത് കറികളിൽ ദിവസവും ചേർത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതല്ലാതെ ഞാൻ പറഞ്ഞ ഈ ഡ്രിങ്ക് നിങ്ങൾ 2 ആഴ്ചയിൽ കൂടുതൽ കഴിക്കരുത്. അതുപോലെ തന്നെ അത് പറഞ്ഞ പോലെ ഒരു ചെറിയ കഷ്ണം മാത്രം കഴിക്കുക. അത് എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫോംസ് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അത് ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം, നല്ലൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ നിങ്ങളത് ഒരിക്കലും വാങ്ങി കഴിക്കരുത്. ഇനി നിങ്ങൾ പ്രഗ്നൻ്റ് ആയവരാണ്, അതുപോലെ നിങ്ങൾക്ക് മുലയൂട്ടുന്ന അമ്മമാരാണ്, അതുപോലെ നിങ്ങൾ വേറെന്തിനെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഒത്തിരി അസിഡിറ്റി ഒക്കെ ഉള്ളവരാണ്, അൾസറൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് കഴിക്കരുത്. ഒരു ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം മാത്രം കഴിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.